നേരത്തെ രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നെയ്യാർ നമുക്കറിയാം മഴ പെയ്യുമ്പോൾ കൊത്തി ഒലിക്കുന്ന നെയ്യാറാണ്. നെയ്യാറിൽ ഇറങ്ങി നീന്തുന്ന ആളാണ് ജോയിയുടെ ചേട്ടനാണ് ദൃശ്യങ്ങൾ. എപ്പോഴാണ് ജോയി ചേട്ടൻ ഇങ്ങനെ ഇവിടുന്ന് ഈ ജോലിക്കായിട്ട് പോയത്? 3 ദിവസമായി. പോവും വേറെ ഇതിൻ്റെ ഇടയ്ക്ക് നേരത്തെ ഈ പണിക്ക് പോവും. വേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് 3 പോവും. കണ്ടിരുന്നു നേരിട്ട്? 4:30 മണിയാകുമ്പോൾ വരും ഇറങ്ങിയിട്ട്. അതിൻ്റെ തലേ ദിവസം പോയിട്ട് 4:30 എത്തി ഇവിടെ എത്തി. വൈകുന്നേരം അല്പം താമസിച്ചാലേ എത്തും. ജോലിക്ക് പോയതിനു ശേഷം എപ്പോഴേലും വിളിച്ചായിരുന്നു? അല്ല, അതിൻ്റെ തലേദിവസം വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് തന്നെ വന്ന് 4:30 എത്തുമെന്ന് പറഞ്ഞ് 4:30 ഇവിടെ എത്തുകയും ചെയ്തു. ഇത് മിസ്സായതിൻ്റെ അന്ന് വിളിച്ചില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഈ വേസ്റ്റ് വരാൻ വേണ്ടി എല്ലാവരും ആ വേസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങൂലല്ലോ. അപ്പം ഇവൻ വർഷക്കൊന്നും പോവും. ഇതേപോലെയുള്ള വേസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവനെ കൊണ്ടുപോകും. ഇവ ഇറങ്ങും, എവിടെ വേണം ഇറങ്ങും. ഓ, വരുമെന്ന് പറഞ്ഞു വന്നില്ല. തീർച്ചയായിട്ടും മനു വരുമെന്ന് പറഞ്ഞു, പക്ഷെ വന്നില്ല. എവിടെ പോയാലും 4:30 മണിക്ക് വരുന്ന ആളാണ്. അന്ന് ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഈ ആവേഴഞ്ചാൻ തോട്ടിൽ വേസ്റ്റ് വാരുന്ന ജോലി അല്ലെങ്കിൽ മാലിന്യം നീക്കം ചെയ്യുന്ന ജോലിക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു 4:30 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലെത്തുമെന്ന് ചേട്ടനോട്. ഇപ്പം നമ്മളോട് സംസാരിച്ചത് ജോയിയുടെ ചേട്ടനാണ്. 4:30 മണിയാകുമ്പോൾ തിരികെ വീട്ടിലെത്തുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് പോയത്. എവിടെ ജോലിക്ക് പോയാലും വൈകുന്നേരം വീടെത്തും. കാരണം അമ്മ മാത്രമാണുള്ളത്. അമ്മേനെ കാണാനായിട്ട് അല്ലെങ്കിൽ ജ്യേഷ്ഠനെയൊക്കെ കാണാനായിട്ട് എവിടെ പോയാലും വൈകുന്നേരം ജോലിക്ക് പോയാൽ വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്നതാണ്. അദ്ദേഹം പറയുമ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാമായിരുന്നു. അദ്ദേഹം വളരെ വേദനയോടാണ് നമ്മളോടത് പറഞ്ഞത്.